പീലാത്തോസിന് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. പറ്റുമെങ്കിൽ ഈശോയെ മോചിപ്പിക്കണമെന്നായിരുന്നു അയാളുടെ ഉദ്ദേശം. പക്ഷേ തനിക്കതുകൊണ്ട് നഷ്ടമൊന്നും വരരുത് എന്ന് അയാൾക്കുണ്ടായിരുന്നു. തൻ്റെ ലക്ഷ്യം നേടാൻ അയാൾ പുതിയൊരു മാർഗം ആശ്രയിച്ചു. ചമട്ടിയടിയും മുൾമുടി ചൂടിക്കലും കഴിഞ്ഞപ്പോൾ ഈശോയുടെ നില, പരിഹാസത്തിൻ്റെ ചുവന്ന മേലങ്കി ധരിച്ച് കയ്യിൽ ഞാങ്ങണയുമായുള്ള ആ നില അത്യധികം ദുഃഖകരമായിരുന്നു. അദ്ദേഹത്തെ ജനങ്ങൾക്കൊന്ന് കാട്ടിക്കൊടുക്കണമെന്ന് റോമൻ ഗവർണർക്ക് തോന്നി. ഈശോയെ കാണുമ്പോൾ ജനങ്ങളുടെ മനസ്സ് അലിയാതിരിക്കില്ല എന്ന് പീലാത്തോസ് തീർച്ചപ്പെടുത്തി. അയാൾ ഈശോയെ മട്ടുപാവിലേക്ക് കൊണ്ടുവന്നു. ജനങ്ങളോട് പറഞ്ഞു, നോക്കൂ, ഇതാ മനുഷ്യൻ. ഈ തടവുപുള്ളിയുടെ സ്ഥിതി നോക്കൂ. ഇയാളുടെ മേൽ കരുണ കാണിക്കൂ എന്നായിരുന്നു അതിനർത്ഥം. പക്ഷേ ഈശോയെ കണ്ടപ്പോൾ പ്രധാന ആചാര്യന്മാർക്കും പ്രമാണിമാർക്കും വെറുപ്പ് വർദ്ധിക്കുകയാണുണ്ടായത്. കോപം കൊണ്ടവർ അലറി, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അവർക്കങ്ങനെ പറയാൻ യാതൊരു കാര്യവുമില്ലെന്ന് അറിയാമായിരുന്നു. പീലാത്തോസ് പുച്ഛസ്വരത്തിൽ പറഞ്ഞു, ഇവനെ കൊണ്ടുപോയി ക്രൂശിക്കുക. ഞാനതിന് കാരണമൊന്നും കാണുന്നില്ല. തടവുപുള്ളിയെ കുരിശിൽ തൂക്കി കൊല്ലാൻ പീലാത്തോസിനെ കൊണ്ട് വല്ലപാടും വിധി പ്രസ്താവിപ്പിക്കുകയായിരുന്നു അവരുടെ പരിശ്രമം. അവർ അവസാനമായി ഒരു ശ്രമം കൂടി നടത്തി. ദൈവദൂഷണം. ഇതായിരുന്നല്ലോ ഈശോയെ പറ്റിയുള്ള ആദ്യത്തെ ആരോപണം. അതിലേക്ക് അവർ വീണ്ടും തിരിഞ്ഞു. ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, ഇവൻ ദൈവപുത്രനാണെന്ന് സ്വയം പറഞ്ഞു അവർ അലറി. വിചാരണ സമയത്ത് ഈശോയെപ്പറ്റി പീലാത്തോസിന് നല്ല അഭിപ്രായമായിരുന്നു. തെറ്റായ ആരോപണങ്ങൾ, പരിഹാസം, നിർദ്ദയമർദ്ദനം ഇവയൊക്കെ ഇത്ര ക്ഷമയോടുകൂടി നിശബ്ദമായി സഹിച്ചിട്ടുള്ള മറ്റൊരു തടവുപുള്ളിയെ പീലാത്തോസ് അതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല. താൻ ദൈവപുത്രനാണെന്ന് ഈശോ അവകാശപ്പെട്ടു എന്ന് കേട്ടപ്പോൾ പീലാത്തോസിനൊരു ഭയം. അയാൾ ഈശോയെ വേറൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, താങ്കൾ എവിടെ നിന്ന് വന്നു? ഈശോ മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് തുടർന്നു, അങ്ങെന്താണ് എന്നോടൊന്നും പറയാത്തത്? അങ്ങയെ വിട്ടയപ്പാനും കുരിശിൽ തറയ്ക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെയോ? ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങേക്ക് എൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചവർക്കാണ് കൂടുതൽ പാപം. അവനെ കുരിശിൽ തറയ്ക്കൂ, അവനെ കുരിശിൽ തറയ്ക്കൂ എന്നുള്ള യഹൂദരുടെ അട്ടഹാസം കൊണ്ട് പീലാത്തോസ് ബലഹീനനായി. തൻ്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. തൻ്റെ പരിശ്രമം വൃഥാവിലാകുമെന്ന് മാത്രമല്ല, ഒരു ബഹളം തന്നെ പുറപ്പെട്ടേക്കുമെന്ന് കണ്ടപ്പോൾ പീലാത്തോസ് വെള്ളം കൊണ്ടുവരുവിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, നീതിമാനായ ഈ മനുഷ്യൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പതിച്ചു കൊള്ളട്ടെ. ആ ജനക്കൂട്ടം ഒന്നായി അട്ടഹസിച്ചു. മടിയോടുകൂടെയാണെങ്കിലും അവർ ആവശ്യപ്പെട്ടതുപോലെ പീലാത്തോസ് ബറാബാസിനെ വിടുതൽ ചെയ്യുകയും ഈശോയെ കുരിശിൽ തറയ്ക്കുവാനായി അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു.